എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വ്യാജ പ്രചാരണമുണ്ടാകുന്നു, മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ആരോഗ്യരംഗത്തെ തകർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ഒരു ഭാഗത്ത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല, ആരും തന്നെ രാജിവെക്കാൻ പോകുന്നില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ മന്ത്രിമാർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണോ പാർട്ടി സെക്രട്ടറി? അതേ രാജി ആവശ്യത്തെ പൂർണ്ണമായി തള്ളുന്നതിനൊപ്പം തന്നെ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അദ്ദേഹം ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ CPM സംസ്ഥാനമാക്കുന്നത് അദ്ദേഹം ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. അത് അദ്ദേഹം പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഏതൊക്കെ സമയങ്ങളിൽ എത്രയൊക്കെ തുക ഇതിനുവേണ്ടി നൽകിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം അത് ദാരുണമായ സംഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് അവിടുത്തെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ മാസം അവിടെ മന്ത്രിതലത്തിൽ യോഗം ചേർന്നുകൊണ്ട് അത് ചർച്ച ചെയ്യുകയും 574 കോടി രൂപ അവിടെ അനുവദിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പുതിയ കെട്ടിടം തയ്യാറായി. ആ ബലക്ഷയം ഉണ്ടായ കെട്ടിടം മാറി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായതെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും ചേർന്ന് തെറ്റായ പ്രചാരവേല ആരോഗ്യമേഖലയ്ക്കെതിരെ നടത്തുന്നു എന്ന ആരോപണമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം CPM നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വീഴ്ച ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെയാണ് നടന്നിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന പ്രചരണം ശരിയല്ല. അവിടെ JCB എത്തിക്കാൻ വേണ്ടി ഒരു വഴി തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സം നീക്കി JCB അവിടെ വേഗത്തിൽ എത്തിക്കുകയും ചെയ്തു. മന്ത്രിമാർ പറഞ്ഞതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം വൈകി എന്ത് പറയുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വസ്തുതയില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്തായാലും മന്ത്രിമാർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. അതിനൊപ്പം വാർത്താ സമ്മേളനത്തിന് അവസാനമായി എം വി ഗോവിന്ദൻ മാഷിനോട് നമ്മൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹാരിസ് ഡോക്ടർ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അത് സിസ്റ്റത്തിന് ചില ഫെയിലിയറാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. മന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഈ സിസ്റ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരേ സർക്കാരാണ്, ഇടതുമുന്നണി സർക്കാരാണ് ഭരിക്കുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദൻ കൃത്യമായ മറുപടി നൽകിയില്ല എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അമൃത, അതിന് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ സിസ്റ്റം ആര് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെയും ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ പ്രതിരോധിക്കുമെന്ന് പറയുമ്പോഴും സേഫ നമ്മൾ കാണുന്നുണ്ട് ഇന്നലെയും ഇന്നുമൊക്കെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ പ്രതിഷേധമൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ സംഘർഷാവസ്ഥ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആളുകൾ പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് നേരത്തെ KPCC പ്രസിഡന്റും വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ഇത് നേരിടും എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. കാരണം ന്യായീകരിക്കുക അത്ര എളുപ്പമല്ലല്ലോ ഈ ഒരു വിഷയത്തെ. അതെ, ന്യായീകരിക്കുക എളുപ്പമല്ല. ഇപ്പോൾ ഇന്ന് പറഞ്ഞ ന്യായീകരണത്തിൽ കൂടുതലൊന്നും CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഇനി പറയാനുണ്ടാകില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം അവസാനം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവില്ലായ്മ തന്നെയാണ്. സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ സിസ്റ്റം ആരാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമല്ലോ. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിക്കുന്ന ഒരേ സിസ്റ്റമാണ്, ഒരേ സംവിധാനമാണ്, ഒരേ സർക്കാരിൻ്റെ കീഴിലുള്ള സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് പരാജയമുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ പരാജയമല്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമായി സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അതിന് കൃത്യമായ മറുപടി നൽകിയില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കിക്കാണേണ്ടി ഇരിക്കുന്നു. അതേസമയം തന്നെ 2 മന്ത്രിമാർക്കും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ ആ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ തുക അനുവദിക്കുകയും പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ആ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സഹായം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടി പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെക്കുമ്പോൾ CPMന്റെ ആരോപണമായി തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു. അത് സ്വകാര്യ മേഖലയിലെ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഗുരുതര ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ സംഭവത്തെ CPM ഗൗരവമായി കാണുന്നുണ്ട്. അതിനെ ഒരു പരിധിവരെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഫലവത്തായി വരും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. അമൃത, അത് അദ്ദേഹത്തിൻ്റെ അമൃത പത്രസമ്മേളനം സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
അതിൻ്റെ ഏറ്റവും അവസാനത്തെ ചോദ്യങ്ങൾ നിരന്തരമായി നമ്മൾ ചോദിക്കുന്നത് സിസ്റ്റത്തിൻ്റെ പരാജയം എന്ന് പറയുമ്പോൾ എന്താണ് സിസ്റ്റം, ആരാണ് സിസ്റ്റം, ആരാണ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കോട്ടയത്ത് നടന്ന സംഭവത്തിൽ അതിനെ വക്രീകരിച്ച് മറ്റൊരു തരത്തിൽ കൊണ്ടുപോയി ആരോഗ്യമേഖല നേടിയെടുത്ത നേട്ടങ്ങൾ, കേരളത്തിന്റെ ആരോഗ്യമേഖല സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇവിടെ ഇതുവരെ നേടിയെടുത്ത നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൂടി നടത്തുന്നു എന്ന ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഗുരുതര ആരോപണം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയും ചെയ്യുകയാണ്. അമൃത, അതെ, ഇപ്പോൾ മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും ഈ മറുപടി എന്ന് തന്നെയാണ് അറിയേണ്ടത്. സേഫ് സൈൻ ലാബ്ദീനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.